ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. അതെ, അപ്പൊ രാവിലെ 11 മണിക്ക് രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് BJP. 11 ദിവസം നീണ്ട സസ്പെൻസിന് വിരാമം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. പാർട്ടി സംസ്ഥാന ആസ്ഥാനത്ത് കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദ്, ഓം പ്രകാശ് ധൻഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പർവേഷ് വർമ്മയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രേഖാ ഗുപ്തയുടെ പേര് നിർദ്ദേശിച്ചത്. നിർദ്ദേശം ഏകകണ്ഠമായി പാസായി. രവിശങ്കർ പ്രസാദ് രേഖാ ഗുപ്തയെ നേതാവായി തെരഞ്ഞെടുത്തതായി ഔപചാരികമായി പ്രഖ്യാപിച്ചു. രേഖാ ഗുപ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു. पूरी पार्टी के सभी कार्यकर्ताओं का जिनका आशीर्वाद आज मुझे यहाँ मिला. 9ഓളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും വനിതാ, OBC, മധ്യവർഗത്തിന്റെ പ്രതിനിധി എന്നീ 3 ഘടകങ്ങൾ രേഖാ ഗുപ്തയ്ക്ക് തുണയായി. പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയായും വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായും തീരുമാനിച്ചു. രാംലീല മൈതാനത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ക്രിക്കറ്റ്, സിനിമാ താരങ്ങൾ അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം ചടങ്ങിൽ ഉറപ്പുവരുത്തുമെന്ന് സംസ്ഥാന BJP നേതൃത്വം അറിയിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിയത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രൗഢഗംഭീരമാക്കുന്നതിലൂടെ മറികടക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് BJP. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ പല നിർണായക തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.